ഇത്ര നല്ല കാൻഡിഡേറ്റ് ആദ്യമായിട്ടാണ് പേരാമ്പ്ര മണ്ഡലത്തിൽ എത്തുന്നത്. മാർക്സിസ്റ്റുകാരും വരണുള്ളതിനെ കൊണ്ടാണ് പാവപ്പെട്ടവർക്ക് ആനുകൂല്യം കിട്ടുന്നുള്ളൂ. 100 കണക്കിന് വീടുകളിൽ ജാനകിയിൽ ഇതുവരെ പട്ടയം കിട്ടിയിട്ടില്ല, വർഷങ്ങളോളായി. ആള് കണ്ടുകൊണ്ട് ജയിക്കണമെന്നില്ലല്ലോ. പേരാമ്പ്ര നിയോജക മണ്ഡലത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ടുള്ള പന്തിരിക്കരയിലാണ്. പന്തിരിക്കര ഒപ്പം തന്നെ പേരാമ്പ്ര ഇത്തവണ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. ഇത്തവണ കടുത്ത പോരാട്ടമാണ് നടക്കുന്നത്. ഇടത് സ്ഥാനാർത്ഥിയെ LDF കൺവീനർ സിറ്റിംഗ് MLA TP രാമകൃഷ്ണൻ മത്സരിക്കുമ്പോൾ UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്ലിയാണ്. ആർക്കൊപ്പമാണ് ഈ പേരാമ്പ്രയിലുള്ള പന്തിരിക്കരയിലെ ജനങ്ങളുടെ മനസ്സ്, വോട്ടർമാരുടെ മനസ്സ് എന്ന് പരിശോധിക്കുകയാണ് കേരള വിഷൻ ന്യൂസ്. TPയും ഫാത്തിമ തഹ്ലി ഏറ്റുമുട്ടുമ്പോൾ ആർക്കാണ് സാധ്യത? ആർക്കാണ്? അങ്ങനെയൊന്നും പറയാനാവില്ല. പല കൊല്ലക്കാരും പല പാർട്ടിക്കാരല്ലേ. അപ്പം ജനങ്ങൾ ആരോടി നിൽക്കുന്നു നമുക്ക് വിലയിരുത്താനാവില്ലല്ലോ. ആള് കണ്ടുകൊണ്ട് ജയിക്കണമെന്നില്ലല്ലോ. അപ്പോൾ എന്നുള്ള ഒരിക്കലും ഇല്ല എന്ന് വിചാരിക്കുക. ഇപ്പോൾ എല്ലാം കാര്യമില്ല. BV മോഹൻ മാഷ് BJP സ്ഥാനാർത്ഥി. എന്താ അങ്ങനെ പറയാൻ കാരണം ഒരുപാട് വികസനം നാട്ടിലെത്തിക്കുന്നുണ്ട്. നരേന്ദ്രമോദിൻ്റെ ഒരുപാട് വികസനം നാട്ടിലെത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ എന്തെങ്കിലും BJP ജയിക്കണം. പേരാമ്പ്രയിൽ പക്ഷേ ജയിക്കോ? പേരാമ്പ്ര പൊതുവെ ഇടതുകോട്ടയാണ്. പിന്നെ വോട്ടുള്ളത് UDF കോട്ടയം വലത് കോട്ട ഇടത് കോട്ടയെല്ലാം എന്ത് തട്ടി മറിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇപ്രാവശ്യം മോശം നിൽക്കുന്നത്. കാര്യമായ അഭിപ്രായമൊന്നുമില്ല. പിന്നെ ആലോചിക്കും തോക്കുന്ന ജനങ്ങളെ ഏമലുണ്ട്. മോഹനമാഷക്ക് വിജയസാധ്യത ഉണ്ടെന്ന് BJP. ആർക്കാണ് സാധാരണ? TP ആണോ തഹ്ലിയാണോ? TPക്ക് കിട്ടാൻ സാധനത്തെ TP നേരത്തെ 4-5 പ്രാവശ്യമായിട്ട് തിന്നതല്ലേ. അപ്പോൾ ഇപ്രാവശ്യം ഒരു മത്സരം തന്നെയാണ് നടക്കാൻ പോകുന്നത്. മാറ്റം വേണമെന്നൊരാഗ്രഹമുണ്ട്. തഹ്ലിയ വരണമെന്ന് ആഗ്രഹം. അങ്ങനെ ആഗ്രഹം. ആൾക്കാണ് കാണുന്നുണ്ട്. ഇത്തവണ പേരാമ്പ്രയിൽ ശക്തമായ പോരാട്ടമാണ്. LDFന് വേണ്ടി സിറ്റിംഗ് MLA LDF കൺവീനർ TP നിൽക്കുന്നു. ഒപ്പം തന്നെ UDFന് വേണ്ടി തഹ്ലിയ എന്ന് പറയുന്ന ഒരു യുവത്വം വരുന്നു. ഇതിൽ ആർക്കൊപ്പമായിരിക്കും സാധ്യത? തഹ്ലിയക്കൊപ്പമായിരിക്കും ഒന്ന്. രണ്ടാമത് തഹ്ലിയക്കാണ് ഉറപ്പായിട്ടും. പിന്നെ രണ്ടാമത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ വികസനം എന്ന് പറയുന്ന സംഭവം ഇല്ലാന്ന് തന്നെ പറയാം. 950 കോടിൻ്റെ 1950 കോടിൻ്റെ ഒക്കെ വികസനം ഉണ്ടെന്ന് പറയാല്ലാതെ ഇതുവരെ നിലപ്പിലൂടെ കാണില്ല. ഈ ബോർഡിലേ ഉള്ളൂ 90%. ഇവിടെ പേരാമ്പ്ര എസ്റ്റേറ്റ് പോലത്തെ, ഇവിടെ നെരിപ്പഞ്ചകര കോളനി പോലത്തെ കുറേ പ്രദേശങ്ങളുണ്ട്. അവിടേക്കും വികസനം എത്തിയിട്ടില്ല. കുടിവെള്ളം പോലും ഇല്ലാത്ത സ്ഥലങ്ങളാണ്. പക്ഷേ LDF പറയുന്നത് അവർ പറയുന്നത് ഈ ആൾക്കൂട്ടമൊന്നും വോട്ടാവില്ല എന്നാട്ടോ. ആൾക്കൂട്ടമാണ് വോട്ടാകുക, അല്ലാതെ വേറെ കാരണങ്ങളൊന്നുമില്ല. ആൾക്കൂട്ടങ്ങൾ തന്നെയാണ് വോട്ടാകുന്നത്. പഴയ കാലത്തെ പോലും നല്ല ഇപ്പോൾ ആൾക്കൂട്ടം ശരിക്കും ആത്മാർത്ഥമായിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയ ആൾക്കൂട്ടാണ്. അതെ, തഹ്ലിയാണ്. ഉറപ്പല്ലേ. ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പം ആരാ എങ്ങനെയാന്നുള്ള ഇപ്പം കഴിഞ്ഞാലേ അറിയാൻ പറ്റും. TP ജയിക്കും. ആൾക്കൂട്ടം ഉണ്ടായിട്ട് കാര്യമില്ല. അത് വോട്ടാവില്ല. ഒന്നും പറയാൻ പറ്റില്ല. TP ആയിരിക്കും എന്നുള്ള ഇവര് പറയുന്നുണ്ടല്ലോ. പക്ഷെ അങ്ങനെയാണെങ്കിൽ അങ്ങനെ അല്ലാണ്ട് ഇപ്പോഴും ഒന്നും പറയാനില്ല. ഇപ്പൊ ഇവര് അങ്ങനെ ഒരു പിന്നെ മാറണല്ലോ. എന്നാലല്ലേ മാറണോ? എന്നാലാന്ന് ഒരു അതന്നെ ഓള് വരണോ. മാർക്സിസ്റ്റുകാരും വരണുള്ളതിനെ കൊണ്ടാണ് പാവപ്പെട്ടവർക്ക് ആനുകൂല്യം കിട്ടുന്നുള്ളൂ. 50 വർഷമായി CPM വരുന്നത്. ഇപ്രാവശ്യം UDF ജയിക്കും. ഒരു തർക്കമില്ല. ഫാത്തിമ തഹ്ലിയ വമ്പിച്ച ഭൂരിപക്ഷത്തിലേക്ക് ഒരു തർക്കമില്ല. അത്രയും ജനങ്ങളെ ഒഴുകല്ലേ. പക്ഷേ LDF പറയുന്നേ ഈ ആൾക്കൂട്ടൊന്നും വോട്ടാവില്ല എന്നാണ് പറയുന്നത്. അതൊക്കെ സ്വാഭാവികമായിട്ട് പറയുന്നത്. ഇത് മുമ്പ് അങ്ങനെ തന്നെ ഷാഫി പറമ്പിൽ മത്സരിച്ചാൽ അങ്ങനെ പറഞ്ഞു. തോൽക്കുന്നുള്ളൊരു പരാജയ ഭീതി കൊണ്ട് എന്തെല്ലാ പറയുന്നത്, എന്തൊക്കെയാ പറയുന്നത്. കഴിഞ്ഞ അനൗൺസ് കണ്ടില്ലേ? അതുപോലെ അത് അതൊക്കെ അങ്ങേറ്റം അത് ഇവര് സാധാരണ ചെയ്യുന്നു. പക്ഷെ ഒരു കാരണവശാലും ഇപ്രാവശ്യം കൊടുക്കുകയില്ല. ഇപ്രാവശ്യം ഫാത്തിമ തഹ്ലിയ നല്ല ഭൂരിപക്ഷത്തോടെ ജയിച്ചിരിക്കും. പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയ. ഉറപ്പിച്ചെന്ത് ചോദിക്കാനാത്? ഇത്രയും നല്ല കാൻഡിഡേറ്റിനെ വേറെ എവിടെ കിട്ടാനാ? അത് ചെറുപ്പക്കാരിയാണ്, ഉഷാറാണ്, കഴിവുള്ള ആളാണ്, എല്ലാത്തിനും സംസാരിക്കാനും പ്രാപ്തിയുള്ള ആളാണ്, ദേഷ്യം പിടിക്കാത്ത ഒരാളാണ്. ഇന്നലെ തന്നെ നിങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കുന്ന നേരം TPയുടെ വർത്തമാനം കേട്ടില്ല, ദേഷ്യം പിടിച്ചോണ്ട്. അത് ആണ്.
അല്ല അതല്ലല്ലോ ഒരു എന്താ പറയുക ഇലക്ഷൻ്റെ സമയത്ത് ഒരു എന്താ പറയുക ഇങ്ങനെയുള്ള ജനങ്ങളോട് സംസാരിക്കേണ്ടത് വളരെ സൗമ്യമായിട്ട് സംസാരിക്കേണ്ടത്. തഹ്ലി തന്നെ 100% തഹ്ലി ജയിക്കും. അത് ചോദിക്കാനാ പേരാമ്പ്ര മണ്ഡലത്തിൽ അട്ടിമറി ചെയ്യാൻ ഉറപ്പല്ലേ. ഇത്ര നല്ല കാൻഡിഡേറ്റ് ആദ്യമായിട്ടാണ് പേരാമ്പ്ര മണ്ഡലത്തിൽ എത്തുന്നത്. പേരാമ്പ്രയിൽ ശക്തമായ പോരാട്ടമാണ്. ഇടത് കോട്ട എന്നാണ് പേരാമ്പ്ര അറിയപ്പെടുന്നത്. ഫാത്തിമ തഹ്ലി ആണെങ്കിൽ അത് ഗംഭീരമായിട്ട് ഇളക്കിമറിച്ച് പ്രചരണം നടത്തുന്നുണ്ട്. അതുകൊണ്ട് ആർക്കെന്നുള്ളത് പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആർക്കാണ് സാധ്യത? കഴിഞ്ഞ തവണയൊക്കെ ഇടത് കോട്ട എന്ന് പറയാമെങ്കിലും ഈ പ്രാവശ്യം തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്ത് പേരാമ്പ്ര നിയോജകമണ്ഡലത്തിലെ 10-ൽ 6 പഞ്ചായത്തിലും മൃഗീയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് UDF വിജയിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ചങ്ങരോത്ത് പഞ്ചായത്തിൽ 20-ൽ 19 സീറ്റും UDF വിജയിച്ചിരിക്കുക. പഞ്ചായത്ത് പ്രസിഡന്റ് പോലും പരാജയപ്പെട്ട അവസ്ഥയാണ്. എന്ന് വെച്ചാൽ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് ഒരു വികസനവും എത്തുന്നില്ല എന്നുള്ള പ്രയാസവും പരാതിയുമാണ് സാധാരണക്കാർക്കുള്ളത്. ഞങ്ങൾക്ക് ഈ പ്രചരണവുമായി ബന്ധപ്പെട്ട് സാധാരണക്കാർക്ക് എത്തുന്ന സമയത്ത് ജനങ്ങളിലേക്ക് ഈ വികസന കാര്യങ്ങളൊന്നും എത്തിച്ചേരും. ഏറ്റവും അനുകൂലമായ സാഹചര്യം എന്ന് പറഞ്ഞാൽ നല്ല ഭൂരിപക്ഷത്തിന് ഫാത്തിമ തഹ്ലി അവിടെ വിജയിക്കും എന്നുള്ളത് തന്നെയാണ് ജനങ്ങൾക്കെല്ലാം പറയാനുള്ളത്. ഫാത്തിമ തന്നെയാണ് പറയാൻ കാരണം ഇവിടുത്തെ അടിസ്ഥാന ഇപ്പം പറഞ്ഞിട്ട് ഒരു അടിസ്ഥാന വികസനം ഇവിടെ നടന്നിട്ടില്ല, ഒന്നുമില്ല. സാധാരണക്കാരായിട്ട് അതെല്ലാം ബോർഡുകൾ കാണുന്നുണ്ട്, വേറൊന്നുമില്ല. ഇപ്രാവശ്യം എൻ്റെ പറയാത്ത അഭിപ്രായത്തിന് അത് ഫാത്തിമ തഹ്ലി ജയിച്ചിരിക്കും. പറയാൻ വെച്ചാൽ ഇവിടെ ട്രെൻഡ് പിന്നെ യുവത്വം പിന്നെ ഞങ്ങൾക്കൊരു മാറ്റം ആഗ്രഹിക്കുന്നതൊക്കെയാണ് നടക്കാൻ അതിന് വ്യക്തിഗത അഭിപ്രായമാണല്ലോ എന്നില്ല. അതൊന്നും വരുന്നില്ല. ഒരു മാറ്റം എന്നുള്ള നിലക്ക് ജാനകിവേലിൽ നിന്ന് സ്ഥലമുണ്ട്. അവിടെ 100 കണക്കിന് വീടുകളുണ്ട് ജാനകിവേലിൽ. ഇതുവരെ പട്ടയം കിട്ടിയിട്ടില്ല. വർഷങ്ങളോളമായി കുടിൽ കെട്ടി താമസിക്കുന്ന നമ്പറില്ല, കാർഡില്ല, പിന്നെ ലോണ് കിട്ടൂല, പഞ്ചായത്തിന് വീട് കിട്ടൂല. എത്രയോ ആളുകൾ അവിടെ നിന്ന് ഇങ്ങോട്ടാ ചാൻസ്. മാറ്റം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നും പറയാനാവൂല. ഫാത്തിമ തഹ്ലി എന്നാണ് തോന്നുന്നത്. മനസ്സിലാവും. തുടർച്ചയായിട്ട് ഇടതുപക്ഷം മാത്രം ജയിക്കുന്ന സ്ഥലമാണ്. ഒന്ന് മാറ്റം വരണം, എന്തായാലും ഒന്ന് മാറ്റം വരണം. അതല്ലേ നമ്മളെ കണ്ടോണ്ട് മാറ്റം വരണം. മാറ്റം വരും, ഉറപ്പായിട്ടും മാറ്റം വരും. അത് സംസ്ഥാനത്ത് ആർക്കാണ്? സംസ്ഥാനത്ത് LDF തന്നെ. അതായത് പേരാമ്പ്രയിൽ TP തുടരും, സംസ്ഥാനത്ത് LDF തുടരും. അതെ. എങ്ങനെയുണ്ട് വികസനമൊക്കെ? വികസനമൊക്കെ നല്ലതല്ലേ? നേരെ വിപരീതമാണ്. UDFന് പേരാമ്പ്ര UDFൻ്റെ സ്ഥാനാർത്ഥി ജയിക്കും. ഫാത്തിമ തഹ്ലി ജയിക്കും. ഒരു മാറ്റം വേണം. നല്ല കാൻഡിഡേറ്റാണ്, എഡ്യൂക്കേറ്റഡ് ഉണ്ട്, ചെറുപ്പക്കാരത്തെയാണ്. ഒരു മാറ്റം വേണം. ഒരു മാറ്റം മണ്ഡലത്തിൽ വരണം. TP ചെറുപ്പക്കാരനായിരുന്നു ഒരു ഘട്ടത്തിൽ. ആ കാലഘട്ടത്തിൽ ഞങ്ങൾ ജയിപ്പിച്ചിട്ടുണ്ട്. രാമകൃഷ്ണൻ ഉറപ്പാ. ഞങ്ങൾക്ക് വലിയ ഉപകാരവും ചെയ്തിട്ടുണ്ട്. പിന്നെ ആൾ വയ്യോട്ടൊക്കെ അയാൾക്ക് തന്നെ കൊടുക്കല്ലാണ്ട് ഓളാന്ന് ഒരു മറ്റേ അയാളെ ഒരു പോരാ. 10 കൊല്ലം ഇവിടെ നിന്നില്ലേ. ഓരോടെ ഒരു വികസനവും കാര്യങ്ങളൊന്നും ഉണ്ടില്ല. ആരെയും കാണലില്ല, വരുത്തുമില്ല. ഏറ്റവും നല്ല തഹ്ലിയ വരണം, എന്നാലും അന്നോട് ഒരു പുരോഗതി ഉണ്ടാവും. UDF അന്നോട് ജയിക്കാനുള്ള 100%. ഒരിക്കലും തകരാത്ത ഇടതുകോട്ട എന്നാണ് പേരാമ്പ്ര പൊതുവെ അറിയപ്പെടുന്നത്. എന്നാൽ ഇത്തവണ ആ കോട്ട ഇളക്കും എന്നാണ് UDF പ്രവർത്തകരുടെ അവകാശവാദം. അതേസമയം TP തന്നെ തുടരും എന്ന് പറയുന്ന LDF അനുകൂലികളെയും നമുക്ക് കാണാനായി. അതിനേക്കാൾ കൗതുകമായിരുന്നു കാര്യമായ വോട്ടില്ലെങ്കിലും ഇവിടെ BJP വിജയിക്കുമെന്ന് പറഞ്ഞ ഒരു വോട്ടർ. എന്തായാലും വോട്ടർമാരുടെ അഭിപ്രായമാണ്. അവർ അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തട്ടെ. ക്യാമറ പേഴ്സൺ റിഷാദ് TK-ക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.